Good evening, guys. Good evening, dear students. Good evening, all. So, നമ്മുടെ GIB വരാൻ പോകുന്ന GIBയുടെ വൺ ഷോട്ട് സീരീസിൽ ഫിസിക്സിൽ ഗ്രാവിറ്റേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഹായ് ഓൾ. JB എന്ന് വിളിക്കട്ടില്ല കുറെ ആൾക്കാർ. ഹലോ. യെസ്, അതാ ക്ലാസ് തുടങ്ങാണ്. എല്ലാരെയും വിളിച്ചു പോരി. യെസ്, ഇർഫാൻ നീ ഇവിടെ എത്തിയോ? ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. നീറ്റ് ആസ്പിരന്റ് JB ബ്രോ, ഹായ്, ഗുഡ് ഈവനിങ്. യാ, ഹലോ, ഗുഡ് ഈവനിങ്. JB ചായനോ? കൈഫ ഹാൽ, അൽഹംദുലില്ലാ ഹൈർ. പഠിക്കുന്നുണ്ടല്ലോ. JB ജസ്റ്റിൻ ബീബർ ഓഫ് ഫിസിക്സ്. ഇതൊക്കെ ആരാ പഠിച്ചോനെ? മാഡ് ഇറ്റാലിയൻ. ഗുഡ് ഈവനിങ് ആൾ. സോ ഗ്രാവിറ്റേഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാവിറ്റേഷൻ ചെറിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. എല്ലാം നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം. ഞാൻ നമുക്കൊരു അഷ്യൂറൻസ് തരാം. അതായത് നീറ്റിന് ഗ്രാവിറ്റേഷൻ എന്ന് ചോദിക്കുന്ന എല്ലാ കോൺസെപ്റ്റും, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും, എല്ലാ പരിപാടിയും നമുക്ക് ഈ ഒരൊറ്റ ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റേഷൻ 8-9 മണിക്കൂറിന്റെ ചാപ്റ്റർ നമുക്ക് എങ്ങനെ 2 മണിക്കൂർ കൊണ്ട് പഠിക്കാമെന്ന് ചോദിച്ചാൽ കോൺസെപ്റ്റ് സ്ക്യൂസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് കുറേ കോൺസെപ്റ്റ് ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻ പോകില്ല. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ്, വേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഇക്വേഷൻസും അതിന്റെ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. നമുക്ക് റെഡിയാണോ? അപ്പോ ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ, ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത് ഇതെങ്കിലും പഠിക്കണം എന്നാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് എനിക്ക് അതിന് പറയാവുന്ന ഏറ്റവും ചെറിയ ആൻസർ. ഓക്കെ, വേറെ എന്തെങ്കിലും കൺസേൺസ് പറയാനുണ്ടോ? JB ഗുഡ് ഈവനിങ്. അത് മതി, JB പറഞ്ഞു. ഓക്കെ, അത് മതി. ഓൾറെഡി നീറ്റിന് വേണ്ട എല്ലാ സാധനവും നമ്മൾ പഠിക്കും. ഈ ഗ്രാവിറ്റേഷൻക്ക് അത്രയും കോൺഫിഡൻസിൽ പറയാൻ പറ്റും. കാരണം ഗ്രാവിറ്റേഷൻ അത്രയും ചെറുതാക്കി പഠിക്കാൻ പറ്റും. നമുക്ക് എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്നാ പിന്നെ പോയോക്കാ, നോക്കടാ. ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാലോ. ഇക്വേഷൻ എന്താ? G(m(m)2/r²ന്റെ ബേസിൽ വരുന്ന പ്രോബ്ലംസ്. അതിൽ മൾട്ടിപ്പിൾ ഫോഴ്സുകൾ വരുമ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ വെക്ടർ സം എടുക്കണം. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ അതവിടെ വരുന്നുണ്ട്. ഗ്രാവിറ്റി ആൻഡ് വേരിയേഷൻ ഓഫ് ഈ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷനിൽ F is equal to G(m1m2/r²). അതാണ് അതിന്റെ ബേസ്. അതിൽ നിന്നാണ് എല്ലാ പരിപാടിയും ഉണ്ടാവുന്നത്. ഗ്രാവിറ്റി ആൻഡ് വേരിയേഷൻസ് ഓഫ് ഗ്രാവിറ്റി. ഈ വേരിയേഷൻസിൽ ഏതൊക്കെ വരുന്ന അറിയോ? ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ്, ഗ്രാവിറ്റി അറ്റ് ഡെപ്ത്, വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി ഡ്യൂ ടു ദ ഷേപ്പ് ഓഫ് എർത്ത്, വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്, അതെല്ലാം വരും. അതിൽ ഹൈറ്റും ഡെപ്തും ആണ് നീറ്റിന് പ്രോബ്ലം ചോദിക്കുന്ന ഏരിയ ഉള്ളത്. റെഡി? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഈ ഗ്രാവിറ്റിയുടെ അതേ ഇക്വേഷൻ തന്നെയാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഇക്വേഷനും. ദാറ്റ് ഇസ് G(m)/r². അവിടെയും മൾട്ടിപ്പിൾ മാസുകൾ കാരണമുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാണാൻ നമ്മൾ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. ലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അവിടെ ഇവിടെയൊക്കെ ചാർജ് വെച്ചിട്ട് ഏതോ ഒരു പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഓരോ ചാർജിന്റെ ഫീൽഡിന്റെ ഡിറക്ഷനും നോക്കി വെക്ടർ സം എടുക്കൂലേ? സെയിം പരിപാടി. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ഇവിടെയാണ് ഏറ്റവും വലിയ കളി നടക്കുന്നത്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരൊറ്റ കൺസെപ്റ്റ് നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, വർക്ക് ഡൺ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി, സാറ്റലൈറ്റിന്റെ വർക്ക് ഡൺ റിക്വയർഡ് ടു ഷിഫ്റ്റ് ദ ഓർബിറ്റ്, എസ്കേപ്പ് വെലോസിറ്റി, ആ ഫുൾ സാധനം നമുക്ക് ഈ ഒറ്റ പരിപാടിയിൽ കണക്ട് ചെയ്ത് ചാടി പോവാം. ഞാൻ ആ സാധനം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കയറി പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, അത് തന്നെ. എസ്കേപ്പ് വെലോസിറ്റി ഒക്കെ നമുക്ക് നിങ്ങൾക്ക് ചാടിക്കാൻ പറ്റും. എസ്കേപ്പ് വെലോസിറ്റി എന്നൊരു ടോപ്പിക് ആയിട്ട് നിങ്ങൾ കാണണ്ട. സാറ്റലൈറ്റ് നമുക്ക് ഇതൊന്ന് ചാടിക്കാൻ പറ്റും. പിന്നെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ്, എക്സെൻട്രിസിറ്റി വരുന്ന കുറച്ച് ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. JEE മെയിൻസിനൊക്കെ കാണാം നമുക്ക്. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി വരുന്ന ടൈപ്പ് പ്രോബ്ലം. ആ ടൈപ്പ് സാധനം നീറ്റിന് ചോദിക്കാറില്ല. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കെപ്ലേഴ്സിൽ നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കാം. എന്നാ റെഡിയാണോ? ലൈവ് കഴിയുന്നവരെ നിങ്ങൾ കൂടെ നിൽക്കണേ, ഇടയ്ക്ക് ഇറങ്ങി പോരുതേ. ഓക്കെ, എന്നാ പിന്നെ തുടങ്ങല്ലേ. എന്നാല് ചാപ്റ്റർ ഗ്രീൻ വാട്ടർ ആക്കി തരുമെന്ന്. പച്ചവെള്ളമായിരിക്കില്ല ഉദ്ദേശിച്ചത്. ശരി,
എല്ലാരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുന്നു. നീറ്റ് ആസ്പിരന്റ് അതന്നെ, എല്ലാരും ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്തേക്കടാ, ആ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഓക്കെ ഓക്കെ, എന്നാ നമ്മള് സമയം കളയുന്നില്ല. Here we go. The first topic, law of gravitation. That is, law of gravitation is based on this equation Gm1 m2 divided by r square. G ന്റെ value 6.6 into 10 raised to minus 11. Okay. 3 identical point masses, each of mass 1 kg, lies in xy plane at a point 0, 0, 0, 0.2 meter and 0, 0.2 meter. 0, 0, 0.2 meter, 0.2 meter, 0. ഇത് ആ 0 ആണല്ലേ. ഓക്കെ. അതായത് ഒന്ന് പാർട്ടിക്കിൾ വെച്ചത് y ആക്സിന്റെ മുകളിൽ 0.2 മീറ്റർ കോർഡിനേറ്റിൽ, ഒന്ന് x ആക്സിന്റെ മുകളിൽ 0.2 മീറ്റർ കോർഡിനേറ്റിൽ. നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് ദി ഒറിജിൻ. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ സോൾവ് ചെയ്തോളാം, ആൻസർ മാർക്ക് ചെയ്തിട്ട് എന്റെ ആൻസറിനായിട്ട് വെയിറ്റ് ചെയ്യുക. അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കുക. ആരെന്നോട് ചെയ്തോളൂ, എന്നെ നോക്കണ്ട, ആരെന്നോട് ചെയ്തോളേ, നിങ്ങളെ പണിയെടുത്തോ. ഞാൻ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചു. കോർഡിനേറ്റ് ആയിട്ടാണ് മാസ് വെക്കുന്നതെങ്കിൽ ആദ്യം കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുക. എന്നിട്ട് വെച്ച മാസുകൾ ഏടക്കാൻ നോക്കുക. ഒന്നാമത്തെ മാസം ഇവിടെ 0, 0, 0, 0 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലേ, സൗകര്യ 1 kg ആണ് മാസ്. പിന്നെ അത് അതിന്റെ വാല്യൂ ഇട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അടുത്ത മാസം ഇവിടെ വെച്ച് x = 0, y = 0.2. അപ്പൊ അടുത്ത മാസം ഇവിടെ അല്ലേ, അപ്പൊ ഈ ഡിസ്റ്റൻസ് 0.2 അല്ലേ. അടുത്ത മാസം ഇവിടെ വെച്ച് x = 0.2, y = 0. അപ്പൊ അത് x ആക്സിന്റെ മുകളിലല്ലേ, അത് 0.2 അല്ലേ. അപ്പൊ ഒറിജിനൽ 0.2 മീറ്റർ അല്ലേ ഡിസ്റ്റൻസ്. അപ്പൊ ഇങ്ങനെയുള്ളത്. അപ്പൊ 3 മാസമായി 3 ഈക്വൽ ആണ് 1 kg ആണ്. ഇനി നമുക്ക് ആരെ മേലുള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ മാസ് അറ്റ് ദി ഒറിജിൻ. ആരുടെ ദേഹത്തുള്ള ഫോഴ്സ് ആണോ കണ്ടുപിടിക്കേണ്ടത് അയാളെ അവിടെ റെഫറൻസ് ആക്കി വെക്കുക. എന്നിട്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. അപ്പൊ ഇവര് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്. അപ്പൊ ഈ മാസിനാണ് ഇപ്പൊ ഞാൻ ഗ്രീനിൽ സർക്കിൾ ചെയ്ത മാസിന്റെ മുകളിലെ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ മാസിനെ ഇപ്പുറത്തുള്ള ആൾ എന്താ ചെയ്യുക, അട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് പിടിച്ചു വലിക്കുകയാണ്. ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇനി മുകളിലുള്ള ആൾ എന്താ ചെയ്യുക, താഴേക്ക് ഞാൻ മുകളിലേക്ക് പിടിച്ചു വലിക്കും, താഴത്തുള്ള ആളെ മുകളിലേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ ഒരു ഫോഴ്സ് എക്സ് ഡയറക്ഷനിലാണ്, ഒരു ഫോഴ്സ് വൈ ഡയറക്ഷനിലാണ്, യൂണിറ്റ് വെക്ടേഴ്സിലാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് ആൻസർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എനിവേ ഇതിൽ ഒരു ഫോഴ്സ് F is equal to G 6.67 into 10 raised to minus 11 m1 m2 രണ്ടും 1 കിലോ ആണ്. 1 into 1 1 itself divided by distance square 0.2 ആണ്. 0.2 സ്ക്വയർ ചെയ്താൽ 0.2 നമുക്ക് 10 raised to minus 1 എഴുതാം. 0.2 നമുക്ക് 0.2 നമുക്ക് 0.2 നമുക്ക് 2 into 10 raised to minus 1 എഴുതാം. അതിനെ സ്ക്വയർ ചെയ്താൽ 6.67 divided by 4 into 10 raised to minus 11 divided by 10 raised to minus 2 സ്ക്വയർ ചെയ്താൽ minus 1 സ്ക്വയർ ചെയ്താൽ -2 -11 -2 കട്ട് ചെയ്താൽ അവിടെ -9 വരും. 4ഉം 6ഉം കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടാം, 1 point something അല്ലേ വരിക. 1.6 into 10 raised to minus 9. ഇനി ഒന്ന് ഡിറക്ഷൻ യൂണിറ്റ് വെക്ടർ I cap, ഒന്ന് J cap. സോ ആൻസർ 1 is the right answer. ഓപ്ഷൻ 1 is the right answer. ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? ബ്ലൂ യൂസ് ആക്കുമോ പ്ലീസ്? ഓക്കെ, ബ്ലൂ യൂസ് ആക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് മനസ്സിലായോ? ഓൺ ദ വേ ടു ആലപ്പിയോ. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം. അമ്പാനെ ശ്രദ്ധിക്കൂ. എടാ ആൻസർ കിട്ടിയോ? കറക്റ്റ് അല്ലേ? ഇതിലാർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4 particles each of mass m, 2m, 3m and 4m are kept in the sequence at the corners of a square of side A. The magnitude of gravitational force acting on a particle of mass m which is placed at the center of the square. അപ്പോൾ ഒരു സ്ക്വയർ. ഓക്കെ, 4 കോർണറിൽ മാസ് ഉണ്ട്. കോൺസിക്യൂട്ടീവ് ആയിട്ട് m, അടുത്തത് ഇവിടെ 2m, അടുത്തത് താഴെ 3m, അടുത്തത് ഇവിടെ 4m. എവിടെയുള്ള ഫോഴ്സാ കണ്ടുപിടിക്കേണ്ടത്? നടുക്കൊരു പാർട്ടിക്കിൾ വെച്ചാൽ ആ പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നടുക്ക് വെച്ച പാർട്ടിക്കിളിന്റെ മാസ് m. റെഡിയാണോ?
അപ്പൊ നോക്കൂ, ഞാൻ ഓരോ ഫോഴ്സിന്റെ ഡയറക്ഷൻ പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ജസ്റ്റ് നോക്കിയാൽ മതി. 4m ഇങ്ങോട്ട് പിടിച്ചു വലിക്കും, ബിക്കോസ് ഓഫ് 4m വിൽ അട്രാക്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ റിപ്പൽഷൻ നോക്കണ്ട. 4m നടുക്കുള്ള എമ്മിനെ അതിന്റെ സെന്ററിലേക്ക് പിടിച്ചു വലിക്കും. ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. 2m എന്ത് ചെയ്യും? പറയടാ, 2m എന്ത് ചെയ്യും? ഈ 2m എന്ത് ചെയ്യും? അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. പക്ഷേ വലിയ ഫോഴ്സ് ആരായിരിക്കും? 4m കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും വലിയ ഫോഴ്സ്. അപ്പൊ 2mന്റെ ഫോഴ്സ് എന്താ വരിക? 2mന്റെ ഫോഴ്സ് ജി എം ഇൻറ്റു 2m. അപ്പൊ 2m ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്നാ ഇടയിൽ ഡിസ്റ്റൻസ് ഉണ്ട്. 4mന്റെ ഫോഴ്സ് എന്തായിരിക്കും? ജി 4m എം ഇൻറ്റു എം, അപ്പൊ എം സ്ക്വയർ. അപ്പൊ 4m സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അപ്പൊ ഏതാ വലിയ ഫോഴ്സ്? 4mന്റെ സ്ക്വയർ ആണ്. അപ്പൊ 4m പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് 2m പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ഒഴിവാക്കിയാൽ നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് വരിക. അതിന്റെ വാല്യൂ ഞാൻ എഫ് എന്ന് എഴുതി. ആ എഫ് എന്തായിരിക്കും അറിയോ? ആ എഫ് ഇസ് ഈക്വൽ ടു ജി 2m സ്ക്വയർ ബൈ ഇവ തമ്മിലുള്ള ദൂരം ലെറ്റ്സ് സേ സ്മോൾ ലെറ്റർ ആർ എന്ന് എഴുതി, സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ. ഇത് മനസ്സിലായോ? അതെന്തേ ഞാൻ 2m എന്ന് എഴുതി? 4m ഇൻറ്റു എം 4m സ്ക്വയർ അല്ലേ? അതെന്തേ ഞാൻ 4m സ്ക്വയർ എഴുതാഞ്ഞ്? ഇങ്ങോട്ടുള്ള 4m പിടിച്ചു വലിക്കുന്ന ഫോഴ്സിൽ നിന്നും അങ്ങോട്ടുള്ള 2m പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. സിമ്പിളാ. കിട്ടിയോ? അടുത്ത ഫോഴ്സ് 3m ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. ഈ 3m സെന്ററിലുള്ള മാസിനെ അതിന്റെ സെന്ററിലേക്ക് പിടിച്ചു വലിക്കും. m ഇപ്പുറത്തേക്കും പിടിച്ചു വലിക്കും. 3m പിടിച്ചു വലിക്കുന്ന ഫോഴ്സിൽ നിന്നും m പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ പിന്നെ 2m പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഫോഴ്സ് എന്തായിരിക്കും? ജി 2m സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി ആർ എന്ന് പറഞ്ഞാൽ ഡയഗണലിന്റെ ഹാഫ് ആണ്. ഇത് മൊത്തം ഡയഗണൽ വരിക. ആർ എന്ന് പറഞ്ഞാൽ ഡയഗണലിന്റെ ഹാഫ് ആണ്. ഡയഗണലിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ √2 ഇൻറ്റു സൈഡ് ലെങ്ത് ആണ്. അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ √2a/2. അപ്പൊ നമുക്ക് എഫ് എന്ത് ചെയ്താൽ രണ്ടും സെയിം ഫോഴ്സ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു ജി 2gm സ്ക്വയർ ഡിവൈഡഡ് ബൈ √2a ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പൊ 2a സ്ക്വയർ ബൈ 4. ഈ 2 ക്യാൻസൽ ആവും, 4 മുകളിലേക്ക് പോകും. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു 4gm സ്ക്വയർ ബൈ a സ്ക്വയർ എന്ന് വരും. ആ രണ്ട് ഫോഴ്സ് നോക്കൂ, ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ് 90 ഡിഗ്രി. ടു വെക്ടേഴ്സ്, ടു ഈക്വൽ മാഗ്നിറ്റ്യൂഡ് വെക്ടേഴ്സ് ആർ ആക്ടിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് √2f. എത്ര കാലമായാണ് ഫിസിക്സിൽ നമ്മൾ ചെയ്യുന്നത്? ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടേഴ്സ് 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്താൽ ഫോഴ്സ് ആണ് √2f. ഇലക്ട്രിക് ഫീൽഡ് ആണ് √2e. അങ്ങനെ നമ്മൾ ചെയ്തല്ലേ? അപ്പൊ √2f, എഫ് 4gm/a² ആണ്. അപ്പൊ √2 4gm/a². ദാ ചിരിച്ചിട്ട് നിൽക്കണുണ്ട് ഓപ്ഷൻ സി. കിട്ടിയോ? മനസ്സിലായോ? യെസ്, ആ ഐഡിയ കിട്ടി. അടുത്ത് നോക്കൂ, 3 uniform spheres of mass m radius are kept in such a way that 3 sphere is kept in such a way that one touches the other two. 3 സ്ഫിയർ അടുപ്പിച്ച് വെക്കുമ്പോൾ ഒരെണ്ണം മറ്റു രണ്ടെണ്ണത്തിനെ തൊടണം. അപ്പൊ മറ്റേതോ ബാക്കിയുള്ള രണ്ടെണ്ണത്തിനെ തൊടണം. അപ്പൊ ഇപ്പുറത്തുള്ളതോ മറ്റേ രണ്ടെണ്ണത്തിനെ തൊടണം. അപ്പൊ 3 പരസ്പരം തൊട്ടുകൊണ്ട് നിൽക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് അറേഞ്ച് ലൈക്ക് ദിസ്. അങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സാർ കിട്ടി? അപ്പൊ നോക്ക്, ഈ 3 സ്ഫിയറുകളുടെ മാസ് m. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെന്റർ ടു സെന്റർ ഫോഴ്സ് ആണ്. അപ്പൊ സെന്റർ ടു സെന്റർ ഇങ്ങനെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതൊരു റേഡിയസ്, ഇത് അടുത്ത റേഡിയസ്. അപ്പൊ ഇത് 2r ആയിരിക്കാം. ഇതും 2r, ഇതും 2r. ഏതെങ്കിലും ഒരു സ്ഫിയറിനെ സെലക്ട് ചെയ്യുക. ആ സ്ഫിയറിന്റെ മുകളിലുള്ള ആ സ്ഫിയറിന്റെ സെന്ററിൽ ആക്ട് ചെയ്ത് നെറ്റ് ഫോഴ്സ് നോക്കിയാൽ. ഞാൻ ഈ സ്ഫിയറിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അട്രാക്ഷൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് 60 ഡിഗ്രി ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്താ വരിക? √3 ടൈംസ് ഓഫ് എഫ്. എഫ് എന്താ വരിക? gm സ്ക്വയർ ബൈ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് 2 സ്ഫിയർ? 2r whole square, 4r square. So 3gm square divided by 4r square. 3gm square divided by √3gm square divided by 4r square. That is option D is the right answer. കിട്ടിയടാ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ.
ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറ. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറ. കമോൺ, ഞാൻ പറ. ടിപ്പിക്കൽ ചോദ്യമാണ്, നിങ്ങൾ ഒരു പക്ഷെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. വളരെ ടിപ്പിക്കൽ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് എം മാസമുള്ള ഒരു വസ്തു, അതിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചു. ആ ഒരു കഷ്ണം, ഞാൻ ഈ മുറിച്ചെടുത്ത കഷ്ണത്തിന്റെ മാസ് സ്മോൾ ലെറ്റർ എം. അപ്പൊ ഇത് ഒരു പീസ് ഉണ്ടാവും. ആ പീസ് എമ്മിൽ നിന്നും സ്മോൾ ലെറ്റർ എം പോയാൽ എം മൈനസ് എം. അപ്പൊ റിമൈനിങ് പീസിന്റെ മാസം എന്തായിരിക്കും? എം. അല്ല, മുറിച്ചെടുത്തതിന്റെ മാസം എം, റിമൈനിങ് പീസിന്റെ മാസ് എം മൈനസ് എം. ശരിയല്ലേ? അപ്പോ എങ്ങനെ മുറിച്ചാലാണ്, എന്നിട്ട് ഇവർ തമ്മിൽ ഒരു സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് ആണ്. എങ്ങനെ കട്ട് ചെയ്താലാണ് ഇവർക്കിടയിലുള്ള ഫോഴ്സ് മാക്സിമം ആവുക എന്ന ചോദ്യം. അത് ചെയ്യേണ്ട സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം അല്ലേ? അറിയൂലേ? നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഡൗട്ട് ക്ലിയറൻസിലും ഒക്കെ നമ്മൾ ചെയ്ത സാധനം. അതിന്റെ സ്റ്റെപ്സ് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് വൺ ഷോട്ട് സീരീസ്. സ്റ്റെപ്സ് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. 10 കിലോ ആണ് ഒരു മാസം നേർച്ചോ. ഇതിന് 2 കഷ്ണമാക്കുമ്പോൾ ഇതിന് 2 കിലോ അടർത്തി എടുത്താൽ 10ന് 2 കിലോ പോയാൽ ബാക്കി 8 കിലോയും ഉണ്ടാവും, 2 കിലോയും ഉണ്ടാവും. 1 കിലോ ആണ് അടർത്തി എടുത്തെങ്കിൽ പിന്നെ 9 കിലോയും ഉണ്ടാവും, 1 കിലോയും ഉണ്ടാവും. 3 അടർത്തിയെങ്കിൽ 7 3 ഉണ്ടാവും. 4 അടർത്തിയ 6 4 ഉണ്ടാവും. 5 അടർത്തിയ 5 5 ഉണ്ടാവും. 6 അടർത്തിയാൽ 4 6 ഉണ്ടാവും. 7 അടർത്തിയാൽ 7 അടർത്തി മാറ്റിയാൽ 3 7 ഉണ്ടാവും. ബാക്കി മറ്റേതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. ശരിയല്ലേ? അപ്പോ എന്താ ഫോഴ്സിന്റെ ഇക്വേഷൻ? Gm1m2 ബൈ ആർ സ്ക്വയർ. അപ്പൊ M1 M2 മാസിന്റെ പ്രൊഡക്റ്റ് ആണ്. 8 2 മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടുക. 7 3 മൾട്ടിപ്ലൈ ചെയ്താൽ 3 7 21 കിട്ടുക. 6 4 മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുക. 5 5 മൾട്ടിപ്ലൈ ചെയ്താൽ 25 കിട്ടുക. ബാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലുള്ള അതേ ആൻസർ വരിക. അപ്പൊ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ്, 5 5 ആയിട്ട് മുറിച്ചപ്പോഴാണ് അവരുടെ പ്രൊഡക്റ്റ് മാക്സിമം ആയത്. 5 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 25 കിട്ടിയത്. ബാക്കി 25നേക്കാൾ കുറവാണ്. അപ്പൊ 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് മാക്സിമം വരിക. അപ്പോൾ ഞാൻ ഒരു നമ്പറിന് 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ആ 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് മാക്സിമം വരിക. അവ രണ്ടും ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ എം എസ് ഡിവൈഡഡ് ഇൻറ്റു എക്സ് എം. അപ്പൊ എം എസ് ഡിവൈഡഡ് ഇൻറ്റു 2 ആണെങ്കിൽ അത് m/2 ആയിട്ട് മുറിച്ചാലാണ് ഫോഴ്സ് മാക്സിമം ആവുക. അപ്പൊ എക്സ് എമ്മും 1 മൈനസ് എക്സ് എമ്മും ആണ് സെപ്പറേഷൻ. അപ്പൊ മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ m/2 ആയിട്ട് മുറിക്കണം. അപ്പൊ ആദ്യത്തെ പോലും പറയുന്നത് എക്സ് എം എന്നല്ലേ. എക്സ് എം എന്ന് പറഞ്ഞാൽ m/2 ആണ്. ഇപ്പൊ എക്സ് എം എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എം ആണ്. 1/2 ആണ് എക്സിന്റെ വാല്യൂ. ഓപ്ഷൻ 1 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കിട്ടിയോടാ? അത് കിട്ടിയോ? ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചു വെക്കുക. ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ ടോപ്പിക് അത്രയാണ്. രണ്ടാമത്തേലേക്ക് കിടക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എർത്തിന്റെ സർഫസിൽ ഏത് മാസ് വെച്ചാലും എർത്തിന്റെ സെന്ററിലേക്ക് പിടിച്ചു വലിക്കും. നോട്ട് ഓൺലി എർത്ത്, ഏത് പ്ലാനറ്റ് ആണെങ്കിലും പിടിച്ചു വലിക്കും. ദാറ്റ് പിടിച്ചുവലി ഈസ് നോൺ ആസ് ഗ്രാവിറ്റി. അങ്ങനെ പിടിച്ചു വലിക്കും എന്നുള്ള ഫിനോമിനൻ ഈസ് നോൺ ആസ് ഗ്രാവിറ്റി. ആ പിടിച്ചുവലി കാരണം വലി വിച്ച് നത്തിങ് ബട്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവും, ബിക്കോസ് F = ma. ആ പിടിച്ചുവലി കാരണമുള്ള ആക്സിലറേഷനാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എ പ്ലാനറ്റ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ g is equal to Gm/r². എങ്ങനെ വന്നു എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ആസ് യു നോ. M is mass of planet, R is radius of planet. എർത്ത് ആണ്, എർത്തിന്റെ മാസം, എർത്തിന്റെ റേഡിയസ്. മൂന്നാണ്, മൂന്നിന്റെ മാസം, മൂന്നിന്റെ റേഡിയസ്. ജൂപ്പിറ്റർ ആണ്, ജൂപ്പിറ്ററിന്റെ മാസം, ജൂപ്പിറ്ററിന്റെ റേഡിയസ്. വാട്ട് എവർ ഇറ്റ് ഈസ്, പ്ലാനറ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ പ്ലാനറ്റിന്റെ റേഡിയസ്. ദിസ് ഇസ് ഒന്നാമത്തെ ഇക്വേഷൻ. പല കുട്ടികളും ഗ്രാവിറ്റിക്ക്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ട് ചില പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വരാറുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് എല്ലാ പ്രോബ്ലം ചെയ്യാം. എല്ലാ പ്രോബ്ലം ഇക്വേഷൻ ചെയ്യാൻ പറ്റും. ഇത് വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റെപ്പും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട ഏത് പ്രോബ്ലങ്ങളും ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ പഠിച്ചതിന്റെ ശേഷം നിങ്ങൾ DPPയിലെയോ നിങ്ങളെ മെറ്റീരിയൽസോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്തു നോക്കും. ഒരൊറ്റ ഒന്നും പോലും എനിക്ക് ചെയ്യാൻ പറ്റാണ്ടാവില്ല. നമുക്ക് ചെയ്തു നോക്കാം.
ഗൈസ് നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണോ? അല്ലടാ, 8ാം ക്ലാസ്സിൽ കുട്ടികളാ. എവിടുന്നവരൊക്കെ വരുന്നേ? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. യെസ്, ഓക്കെ സാർ, നോക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അറിയുന്നവരാണെങ്കിൽ ഒന്നും കൂടെ പഠിക്കുക, അറിയാത്തവരാണെങ്കിൽ അത് മനസ്സിലാക്കി പഠിക്കാം. അയ്യോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം സാറേ എന്ന് പറഞ്ഞിട്ട് ഡോണ്ട് പുച്ചിക്കൽ മീ. അപ്പൊ G is equal to GM/R². ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യനിൽ മാസ് തരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാസ് ഇല്ലാത്ത ചോദ്യം എന്ന് പറയുമ്പോൾ മാസിനെ അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് മാസിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഡെൻസിറ്റി ആയിരിക്കും. അതാണ് ഫിസിക്സിന്റെ പരമ്പരാഗതമായ കളി. ഇപ്പൊ പോണ ക്ലാസ് കഴിഞ്ഞ ചാപ്റ്റർ ഫ്ലൂയിഡ്, നിങ്ങൾക്ക് ആ ഫ്ലൂയിഡിൽ പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാസ് വരുന്നിടത്തൊക്കെ ഡെൻസിറ്റി വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വാട്ട് യു മീൻ ബൈ ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. പ്ലാനറ്റിന്റെ ഗ്രാവിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ പ്ലാനറ്റിനെയും അസ്യൂം ടു ബി സ്പെറിക്കൽ. സ്പിയർ ആണ് അസ്യൂം ചെയ്താണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പൊ സ്പിയറിന്റെ വോളിയം 4/3 πr³. ആം ഐ റൈറ്റ്? ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഡെൻസിറ്റി ഇൻറ്റു 4/3 πr³ ഇസ് ഈക്വൽ ടു മാസ്. അതെടുത്ത് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു G ഡെൻസിറ്റി ഇൻറ്റു 4/3. മാസിന് പകരാട്ടോ ഞാൻ എഴുതുന്നത് πr³ ഡിവൈഡഡ് ബൈ ഈ r². ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. നോക്കൂ, ഒന്നുമില്ല. ഈ സാധനം കണ്ടോ, ഈ പച്ച ബോക്സിലുള്ളത് മാസിന് പകരം ആ പച്ച ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം, അത്ര ചെയ്തുള്ളൂ. റെഡിയാണോ? r³ r² കട്ട് ചെയ്യാം. അപ്പൊ G ഈസ് ഈക്വൽ ടു G⍴4/3 πr. അപ്പൊ നോക്കൂ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് നോക്കിയാൽ ഡിനോമിനേറ്ററിൽ r². രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നോക്കിയാൽ ന്യൂമറേറ്ററിൽ r. എന്താ വ്യത്യാസം? അവിടെ ന്യൂമറേറ്ററിൽ മാസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ മാസ് ആണ് തന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതല്ല ഡെൻസിറ്റി വെച്ചിട്ടാണ് ഓല് പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ടു സോൾവ് ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോ റേഡിയസ് പ്രൊപ്പോർഷനിലാണ് ഗ്രാവിറ്റി വെൻ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ്. മാസിന് പ്രൊപ്പോർഷനിലാണ് റേഡിയസിന് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് ഗ്രാവിറ്റി വെൻ മാസ് ഇസ് കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കീ കൂടെ ഉണ്ടാക്കി തരാം. ഭയങ്കര യൂസ്ഫുൾ ആണത്. രണ്ട് പ്ലാനറ്റിന്റെ മാസ് സെയിം ആണെന്ന് വിചാരിച്ചു. 2 planets having same mass. അപ്പൊ ഇങ്ങനെ പറയാം G1/G2 രണ്ട് പ്ലാനറ്റിന്റെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിന്റെ റേഷ്യോ G1/G2 R2² ഡിവൈഡഡ് ബൈ R1². നിങ്ങൾ പറഞ്ഞോ G1/G2 R2² ബൈ R1². ഇനി രണ്ട് പ്ലാനറ്റിന്റെ ഡെൻസിറ്റി സെയിം ആണെന്ന് വിചാരിച്ചോ. റേഡിയസിലാണ് ഡിഫറൻറ്റ്, ഡെൻസിറ്റി സെയിം ആണ്, റേഡിയസിലാണ് ഡിഫറൻറ്റ്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ഡെൻസിറ്റി സെയിം ആണ്, ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. രണ്ട് പ്ലാനറ്റിന് ഒരേ ഡെൻസിറ്റി ആണെങ്കിൽ അതിന്റെ ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ G⍴4/3 π അത്രയും സാധനം കോൺസ്റ്റന്റ് ആ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ G1/G2 R1/R2 G1/G2 R1/R2 G1/G2 R1/R2 when density same. അപ്പോ ഇത് രണ്ടും നോക്കി, ഒന്ന് G1/G2 R2² R1², ഒന്ന് G1/G2 R1/R2. രണ്ടും തമ്മിൽ രാവു പകലും നമ്മൾ വ്യത്യാസമുണ്ട്. ഒന്ന് റേഷ്യോ ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത്. R2 മുകളിലും R1 താഴെയാണ്, മാത്രമല്ല സ്ക്വയർ കൊണ്ട് ഇവിടെ R1 മുകളിലും R2 താഴെ സ്ക്വയറും ഇല്ല. അപ്പൊ എന്തേ അത് നമ്മളെ വ്യത്യാസം? ഒന്ന് മാസ് സെയിം ആയ രണ്ട് പ്ലാനറ്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, പിന്നെ ഒന്ന് ഡെൻസിറ്റി സെയിം ആയ രണ്ട് പ്ലാനറ്റിന്റെ കാര്യം പറയുന്നത്. ഇനി ഇങ്ങനെ വരും, രണ്ട് പ്ലാനറ്റിന് ഒരേ റേഡിയസ് പക്ഷെ ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. രണ്ട് പ്ലാനറ്റിന് ഒരേ റേഡിയസ് ബട്ട് ഡെൻസിറ്റി ഇസ് ഡിഫറെന്റ്. ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. ചോദ്യം ഞാൻ കാണിച്ചു തരട്ടോ, ഞാൻ ഏർന്നെടുത്ത് ഇടുന്നല്ല, അതൊക്കെ പ്രീവിയസ് ഇയർ നീറ്റ് ആൻഡ് ജെയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നുമാണ് ഞാൻ ഇക്വേഷൻ ഉണ്ടാക്കി പറയണേ. എന്റെ കയ്യിൽ നിന്നെടുത്ത് ഞാൻ പ്ലസ് ടു ആണ്. നീ പ്ലസ് ടു ആയി, ഞാൻ എന്താക്കണടാ? നീ ഇത് പഠിക്കണ്ട, ലൈവ് ഒന്ന് ഇറങ്ങി പോയിക്കോ. എന്തൊരു കഷ്ടമാണിത്. അപ്പോ G1/G2 എന്താ ഞാൻ പറഞ്ഞേ? റേഡിയസ് സെയിം ആണ്, ഡെൻസിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ G1/G2 ρ1/ρ2 G1/G2 ρ1/ρ2 G1/G2 ρ1/ρ2 കിട്ടിയോ? ഇനി സപ്പോസ് ഡെൻസിറ്റിയും ഡിഫറെന്റ് ആണ്,
റേഡിയസും ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ G1/G2 ρ1/ρ2 into R1/R2. ആൻസർ പറ. Come on guys, ആൻസർ പറ. ചെക്ക്. Okay, answer പറ. Acceleration due to gravity is 1/6 of acceleration due to gravity of Earth. Acceleration due to gravity of Moon. അപ്പോൾ മൂണിന്റെ acceleration due to gravity എർത്തിന്റെ by 6 ആണ്. എർത്തിന്റെ by 6 ആണ്. അപ്പോൾ മൂണിന്റെ ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ എർത്തിന്റെ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 1/6. ഒന്നുമില്ല, ഈ GE ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡെൻസിറ്റിന്റെ റേഷ്യോ. ഡെൻസിറ്റി അപ്പോൾ നമുക്ക് എർത്ത് ബൈ gravity of moon is equal to gravity of earth by 6. അപ്പോൾ gravity of earth divided by gravity of moon അങ്ങോട്ട് കൊണ്ടുപോവാ, 6 അങ്ങോട്ട് കൊണ്ടുവരിക, that is equal to 6 എന്ന് എഴുതാം. ഡെൻസിറ്റി ഓഫ് എർത്ത് ബൈ ഡെൻസിറ്റി ഓഫ് മാസ് 5/3 ആണ്. റേഡിയസ് ഓഫ് മൂൺ ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ആണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി GE/GM is equal to ρE/ρm into RE/RM. അങ്ങനെ എഴുതി കൂടെ. അത് ഇവിടുന്ന് വന്ന് ചോദിക്കുവോ? 6 is equal to 5/3 അല്ലേ? ഡെൻസിറ്റി ഓഫ് എർത്ത് ബൈ ഡെൻസിറ്റി ഓഫ് മൂൺ is 5/3 into radius of earth divided by radius of moon. We need to find radius of moon in terms of radius of earth. ഈ 3 അങ്ങോട്ട് കൊണ്ടുപോവാ, 5 താഴത്തേക്ക് ഇറക്കിടാ. 6 into 3 that is 18 divided by 5 is equal to radius of earth by radius of moon. അപ്പൊ radius of moon is equal to 5 അങ്ങോട്ട് പോയി 18 താഴേക്ക് വന്ന് into radius of earth, that is 5/18 RE. 5/18 RE ഓപ്ഷൻ is right answer. കിട്ടിയോടാ? സൈലത്തിലെ സ്റ്റഡി മെറ്റീരിയലിലെ പ്രോബ്ലംസ് ആണോ GIBക്ക് വരുന്നത്? നവീന മെറ്റീരിയൽ ചെയ്താൽ പോരെ, GIB എടുത്തണോ? സ്റ്റഡി മെറ്റീരിയലിലെ പ്രോബ്ലം ഒന്നും അല്ല കേട്ടോ. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. Radii of two planets R1 and R2, densities are ρ1 and ρ2. The ratio of acceleration due to gravity. ഇതപ്പൊ പറഞ്ഞിട്ടുള്ളൂ. G1/G2 R1/R2 ρ1/ρ2. അപ്പോ G1 is to G2 is equal to G1/G2 R1 ρ1/R2 ρ2. R1 ρ1/R2 ρ2. Option D is the right answer. അടുത്ത ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാരിയേഷൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാരിയേഷൻ നോക്കൂ. ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് G into 1 minus 2h/r. ഇതെവിടെ നമ്മൾ യൂസ് ചെയ്യാം? വെൻ h is much less than that of r. ഹൈറ്റ് ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഹൈറ്റ് വളരെ കൂടുതലാണെങ്കിൽ, റേഡിയസിന്റെ പകുതിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ റേഡിയസ് 2 times of r 3 times of r, പിന്നെ അങ്ങനെ റേഡിയസിന്റെ ടേംസിൽ ഹൈറ്റ് പറയും r/2 r/4 അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക G divided by 1 plus h/r the whole square. ഇതാണ് നമ്മൾ അധികവുമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഗ്രാവിറ്റി അറ്റ് ഡെപ്തിന് അങ്ങനെ ചന്ന ഇക്വേഷൻ ഒന്നുമില്ല, ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, കുറെ ഒന്നുമില്ല. 1 minus d/r, G into 1 minus d/r. ഇവിടെ എന്താ ചോദ്യം? ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ, 2020 JEEക്ക് ചോദിച്ച ചോദ്യമാണ്. അതിന്റെ ഒരു ട്വിസ്റ്റ് അതിലുണ്ട്. The value of acceleration due to gravity is G1 at a height r/2. r/2 ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G1 ആണ്. ആദ്യം G1 എത്രയാണെന്ന് കണ്ടുപിടിച്ചേക്കാം. r/2 ഹൈറ്റ് അല്ലേ? അപ്പൊ r/2 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകണം. 1 plus h/r, h-ന് r/2 കൊടുത്തു, r whole square. r ക്യാൻസൽ ആയി. അപ്പൊ G1 is equal to G divided by 1 plus r ക്യാൻസൽ ചെയ്താൽ 1/2 അല്ലേ? 1 plus 1/2 whole square. 1 plus 1/2 ഒന്നും ആരെയും കൂട്ടി 1.5 എന്ന് പറഞ്ഞാൽ 1 plus 1/2 3/2. 3/2 സ്ക്വയർ ചെയ്താൽ 9/4. 4 മുകളിലേക്ക് ചാടും. അപ്പൊ G1 എന്ന് പറയും നമുക്ക് എത്ര കിട്ടും?
4g/9 എന്ന് കിട്ടും. ആ കിട്ടി. ഇനി നമുക്ക് എന്താ ബാക്കി? ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. ഓക്കെ, ഹൈറ്റ് പറഞ്ഞാൽ ഇറ്റ് അഗെയിൻ g1 അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ എർത്തിന്റെ സർഫസ് നിന്ന് d ഡിസ്റ്റൻസ് അടിയിലേക്ക് പോയപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g1 തന്നെ കിട്ടി. ദാറ്റ് മീൻസ് 4g/r എന്ന് കിട്ടി. അപ്പോൾ ഗ്രാവിറ്റി അറ്റ് എ ഡെപ്തും ഇതേ വാല്യൂ തന്നെ കിട്ടി, 4g/r. സോറി 4g/9. അങ്ങനെങ്കിൽ d/r എത്ര? ഗ്രാവിറ്റി അറ്റ് എ ഡെപ്തിന്റെ ഇക്വേഷൻ ഏത്? ഗ്രാവിറ്റി അറ്റ് എ ഡെപ്തിന്റെ ഇക്വേഷൻ എന്താ? ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് 4g/9 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു g ഇൻറ്റു 1 മൈനസ് d/r. g വെട്ടിപ്പോയി. അപ്പോൾ 4/9 ഈസ് ഈക്വൽ ടു 1 മൈനസ് d/r. d/r എടുത്ത് ഇങ്ങോട്ട് ഇടുക, 4/9 അങ്ങോട്ട് ഇടുക. അപ്പോൾ d/r ഈസ് ഈക്വൽ ടു 1 മൈനസ് 4/9. 1 മൈനസ് 4/9 അല്ലേ വരിക അല്ലേ? ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി, ജി കട്ട് ചെയ്തില്ലേ? 1 മൈനസ് 4/9. അപ്പോൾ 9/9 കൊണ്ട് മൾട്ടിപ്ലൈ അവിടെ. അപ്പോൾ 9 മൈനസ് 4 5/9. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയാ? കിട്ടിയടാ? അടുത്ത ക്വസ്റ്റ്യൻ. The variation of acceleration due to gravity with g with distance d from the center is best represented by. ഞാൻ കൂടുതലൊന്നും പറയണ്ട, പക്ഷേ ഈ ഗ്രാഫിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആക്ച്വലി യഥാർത്ഥ ഷേപ്പ് വരിക, ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആട്ടോ. യഥാർത്ഥ ഷേപ്പ് വരിക സെന്ററിൽ 0, സർഫസ് വരെ ഇൻക്രീസ് ചെയ്യും. സർഫസിന് ദൂരോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു ഇവിടെ തട്ടൂല. ഇവിടെ g is inversely proportional to distance in the square. ഇവിടെ g is proportional to distance from the center. ഈ ഗ്രാഫ് എങ്ങനെ വന്നത്, എന്താ പരിപാടി എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല അറിയണം. അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നില്ല. ഇതാണ് ഗ്രാഫ്, ഇതാണ് ഷേപ്പ് വരുന്നത് പഠിച്ചു വെക്കുക. ഇതിവിടെ തട്ടാൻ പാടില്ല, ഇങ്ങനെ പോകണം. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് ആ ഗ്രാഫിലുണ്ട്. അടുത്ത നോക്കൂ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് 1 kilometer above the earth is same as d depth below the surface of earth. ഇത് പലപ്പോഴായിട്ട് നീറ്റിനും ജെയ്ക്കും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് അത് വാല്യൂലും ഡിനോട്ടേഷനിലും ഒക്കെ തരും. അത് സോൾവ് ചെയ്യാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഐഡിയ അല്ല, അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. എച്ച് ഹൈറ്റ് മുകളിലും ഡി ഡെപ്ത് താഴെയും. ഈ എച്ചും ഡിയും ഡിഫറെന്റ് ആണ്. ഇവിടെ ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ്, ഇവിടെ ഗ്രാവിറ്റി അറ്റ് ഡെപ്ത്. എച്ച് ഹൈറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള ഗ്രാവിറ്റിയും ഡി ഡെപ്ത് താഴോട്ട് പോയപ്പോൾ കിട്ടിയ ഗ്രാവിറ്റിയും സെയിം ആണ്. മനസ്സിലായ? എർത്തിന്റെ സർഫസിന് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഗ്രാവിറ്റിയും അതേ ഡിസ്റ്റൻസ് അടിയിലല്ല, മറ്റൊരു ഡിസ്റ്റൻസ് അടിയിലേക്ക് പോയപ്പോൾ അവിടെ ഉള്ള ഗ്രാവിറ്റിയും ഇത് രണ്ടും സെയിം ആണ്. അതായത് ഒരേ ഡിസ്റ്റൻസ് പോയ ഗ്രാവിറ്റി സെയിം ആയിരിക്കില്ല, കാരണം രണ്ടിന്റെ ഇക്വേഷൻ ഡിഫറെന്റ് അല്ലേ. ഹൈറ്റിലും ഡെപ്തിലും ഒരേ വാല്യൂ കിട്ടിയത്, അതായത് ജി എച്ചും ജി ഡിയും ഈക്വൽ ആയെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ആയെങ്കിൽ എച്ചും ഡിയും നമ്മളെ റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചത്. അപ്പൊ ജി എച്ചിന്റെ ഇക്വേഷൻ എന്താ? ജി ഇൻറ്റു 1 മൈനസ് 2h/r. ജിയുടെ ഇക്വേഷൻ എന്താ? ജി ഇൻറ്റു 1 മൈനസ് d/r. ജി ഒറ്റടിക്ക് വെട്ടിപ്പോവും, 1 വെട്ടിപ്പോവാ, മൈനസ് വെട്ടിപ്പോവാ, 6 വെട്ടിപ്പോവാ. അപ്പൊ 2h ഈസ് ഈക്വൽ ടു d. 2h ഈസ് ഈക്വൽ ടു d. എച്ച് ഹൈറ്റ് മുകളിലേക്ക് പോകുന്ന അതേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടണമെങ്കിൽ ഡെപ്ത് അതിന്റെ ഡബിൾ അടിയിലേക്ക് പോകണം. കാരണം ഹൈറ്റ് 1 മൈനസ് 2h/r ഉണ്ട്, ഇവിടെ 1 മൈനസ് d/r ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും സെയിം ആവണമെങ്കിൽ ഈ 2h അപ്പൊ ഈ ഹൈറ്റ് ഇല്ലേ അതിന് ഡബിൾ പോകണം. കാരണം ഇവിടെ എച്ച് ഇപ്പൊ ഒരു 1 കിലോമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 ഇൻറ്റു 1/r വരിക. ഇവിടെ 1 കിലോമീറ്റർ പോയാൽ വെറും 1/r വരിക. അപ്പൊ അവിടെ 2 കിലോമീറ്റർ പോകണം, അപ്പോഴാണ് 2/r വരിക. അപ്പോൾ ഇവിടെ ഒരു 2 ഉള്ളതുകൊണ്ട് ഇവിടെയും ആ 2 വരാൻ എച്ച് ഹൈറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതേ ഗ്രാവിറ്റി കിട്ടണമെങ്കിൽ 2h ഡെപ്ത് താഴേക്ക് പോകണം. ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ 1 കിലോമീറ്റർ എബോവ് ദ സർഫസിലെ അതേ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടണമെങ്കിൽ 2 കിലോമീറ്റർ ഡെപ്തിലേക്ക് പോകണം. ആ കൺസെപ്റ്റ് ആണ് നോക്കി വെച്ചോ. പല തവണയായിട്ട് നീറ്റ് ആൻഡ് ജെയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ഗ്രാവിറ്റേഷൻ ചോദിക്കാൻ പോകുന്നത് ഇതേ കോൺസെപ്റ്റ് ആണെങ്കിലോ? നോട്ട് ഇറ്റ്. നെക്സ്റ്റ്
The height at which the weight of the body becomes 1/6 weight at the surface of the earth. നോക്കൂ, വെയിറ്റ് എന്താ? W mg ആണ്. മാസ് എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണ്. പിന്നെ വെയിറ്റ് തീരുമാനിക്കുന്ന ഘടകം ഗ്രാവിറ്റി ആണ്. അപ്പോൾ വെയിറ്റ് എത്രയായെന്ന് ചോദിച്ചാൽ ഇൻഡയറക്ട്ലി ഒരു ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റി എത്രയായി എന്നാണ്. ഗ്രാവിറ്റി പകുതിയായാൽ വെയിറ്റ് പകുതിയാവും, ഗ്രാവിറ്റി 0 ആയാൽ വെയിറ്റ് 0 ആവും. എർത്തിന്റെ സെന്ററിൽ ഗ്രാവിറ്റി 0 ആയതുകൊണ്ടാണ് എർത്തിന്റെ സെന്ററിൽ വെയിറ്റ് 0 ആവുന്നത്. അപ്പോൾ ഗ്രാവിറ്റി വെയിറ്റ് 1/16 ആവുക എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി 1/16 ആവണം അറ്റ് എ പെർട്ടിക്കുലർ ഹൈറ്റ്. അപ്പോൾ ജി എച്ചിന്റെ ഇക്വേഷനിൽ g/16 കൊടുക്കുക. ജി എച്ചിന്റെ ഇക്വേഷൻ എന്താ? g ഡിവൈഡഡ് ബൈ 1 + h/r ദി ഹോൾ സ്ക്വയർ. ജി കട്ട് ചെയ്ത് പോയി, റെസിപ്രോക്കൽ എടുത്താൽ 16 = 1 + h/r എന്ന് കിട്ടും. ആ 16 കണ്ടാൽ തന്നെ അറിയാം റൂട്ടുള്ള നമ്പറാണ്. അപ്പൊ 16ന്റെ റൂട്ട് എടുത്താൽ 4 കിട്ടും. റെസിപ്രോക്കൽ എടുത്തിട്ട് കേട്ടോ 1 + h/r, അതിനെ റൂട്ട് എടുത്താൽ ആ ഹോൾ സ്ക്വയർ പോയി 1 + h/r മാത്രം. 1 ഇങ്ങോട്ട് കൊണ്ടുവന്ന 3 = h/r. വാവ്, ഈ 3r ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 3r = h. ഓപ്ഷൻ 3 is the right answer. സിമ്പിൾ അല്ലേ? കിട്ടിയോ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡെപ്ത് അറ്റ് which the value of acceleration due to gravity is 1/n times value at the surface? 2020 NEET. G at a depth is equal to g/n. G at a depth in equation എന്താ? G divided by G into 1 - d/r. അപ്പൊ ഡെപ്തിൽ g/n ആയി. അപ്പൊ ഡെപ്തിൽ gd is equal to g/n is equal to ഡെപ്തിൽ g/n അല്ലേന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ജിയും കട്ട് ചെയ്തു. ജിയും കട്ട് ചെയ്തു. വെട്ടിപ്പോയി എന്ന് പറയുന്നതും കട്ട് ചെയ്തു എന്ന് പറയുന്നതും കൂടെ ചേർത്തിട്ട് ഞാൻ വെട്ടി ചെയ്തു എന്ന് പറഞ്ഞു. ഇനി എന്തോട്ടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/n is equal to 1 - d/r എന്ന് കിട്ടും. ശരിയല്ലേ? d/r അങ്ങോട്ട് കൊണ്ടുവന്ന് 1/n അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ d/r is equal to 1 - 1/n എന്ന് കിട്ടും. അപ്പൊ d/r is equal to n - 1/n എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × n -1 × 1 1 ഹോൾ ഡിവൈഡ് ബൈ n. അപ്പൊ നമുക്ക് എന്താ തന്നു? d അല്ലേ ചോദിച്ചു. d is equal to r into n - 1/n. n - 1/n, that is option B is the right answer. Next, 72 Newton on the surface of Earth. What is the gravitational force at a height equal to half of the radius? Do it as your homework. And answer വരിക 32 ആണ്. 32 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ചെയ്യൂലേ? അല്ല ഇപ്പൊ തന്നെ ചെയ്തിട്ട് ആൻസർ പറ. സാർ ആ വെയിറ്റിന്റെ കൺസെപ്റ്റ് ഒന്നും കൂടെ പറയുമെന്ന്. സാർ ഒരു പാട്ട് പാടുമെന്ന്. പറ്റൂല സാർ. വെയിറ്റിന്റെ കോൺസെപ്റ്റ്, എടാ വെയിറ്റ് എന്ന് പറയുന്നത് mg അല്ലേ? മാസ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് മാസ് റിയലിസ്റ്റിക് വാരിയേഷൻ ഉണ്ട്, പക്ഷെ അത് വിട്ടാളാ. മാസ് കോൺസ്റ്റന്റ് ആണ്. ഈ ചാപ്റ്ററിൽ സംബന്ധിച്ചിടത്തോളം മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വെയിറ്റിനെ തീരുമാനിക്കുന്ന ഫാക്ടർ ആരാ? ഗ്രാവിറ്റിയാണ് അല്ലേ? ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയ ജി കുറയുമ്പോൾ വെയിറ്റ് കുറയും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയ ജി കൂടുമ്പോൾ വെയിറ്റ് കൂടും. അപ്പൊ ജി വെയിറ്റ് പകുതി ആവണമെങ്കിൽ ജി പകുതി ആവണം. വെയിറ്റ് 1/4 ആവണമെങ്കിൽ ജി 1/4 ആവണം. അപ്പൊ വെയിറ്റിന് എന്ത് സംഭവിക്കണോ അത് ജിക്ക് സംഭവിക്കണം. അപ്പൊ വെയിറ്റ് പകുതിയായി, വെയിറ്റ് 1/4 ആയി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ഗ്രാവിറ്റി 1/4 ആയി, ഗ്രാവിറ്റി 1/2 ആയി എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? മാസ് വേരി ചെയ്യുമോ? വേരി ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ് ഇസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി കൺസർവേഷൻ. ഇതിൽ നിന്നാണ് ഒട്ടുമിക്ക പരിപാടിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പകുതി കംപ്ലീറ്റ് ആയി. യെസ്, 45 മിനിറ്റ്സ് പകുതി നമ്മൾ തീർത്തു. ബാക്കി പറയട്ടെ മക്കളെ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഒരു മാസ്, ആ മാസിന്റെ സെന്ററിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് പി. ആ പോയിന്റിലെ
gravitational potential work done to bring a mass from infinity to that point. അതാണ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ. ആ പോട്ടെ, പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ വരിക? gm by r, not r square, gm by r minus of gm by r. ഇനി രണ്ട് മാസ് എമ്മും ഒരു കുഞ്ഞു മാസ് സ്മോൾ ടേം സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്. ഇവരുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? മൈനസ് ഓഫ് ജി എം എം ബൈ ആർ. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് മാസ് ഉണ്ടെങ്കിലോ എം, M1, M2, അങ്ങനെ എഴുതാം, M3. ഇവർ നമ്മളെ ഡിസ്റ്റൻസ് R1, ഇവർ നമ്മളെ ഡിസ്റ്റൻസ് R2, ഇവർ നമ്മളെ ഡിസ്റ്റൻസ് R3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം പൊട്ടൻഷ്യൽ കാണാൻ gm1 m3 by r1, gm3 m2 by r2, gm1 m2 by r3. അങ്ങനെ ഓരോന്നിന്റെ ഓരോ പെയറിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ശരിയല്ലേ? അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഓക്കെ, ഇനി എർത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി, എർത്തിന്റെ സർഫസിലുള്ള ഒരാളുടെ പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എർത്തിന്റെ മാസ് എം, എർത്തിന്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റോ ഒരു മാസോ ഒരാളോ നിന്നാൽ അയാളുടെ മാസ് സ്മോൾ ലെറ്റർ എം. അപ്പോൾ എർത്തിന്റെ സെന്ററും ആ വെച്ച മാസിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എർത്തിന്റെ റേഡിയസ് ആയിട്ട് വരും. അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു ജി മൈനസ് ഓഫ് ജി എം എം ബൈ ആർ. എർത്തിന്റെ റേഡിയസ് മൈനസ് ഓഫ് ജി എം എം ബൈ ആർ. ഇനി എച്ച് ഹൈറ്റ് മുകളിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ എർത്തിന്റെ റേഡിയസ് ആർ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? മൈനസ് ഓഫ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് എന്ന് വരും. അപ്പൊ എത്രയാണോ ആ മാസിലേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് ഡിനോമിനേറ്ററിൽ വേണ്ടത്. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. മൈനസ് വരുന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയണോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയണോ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൈനസ് വരാനുള്ള കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ആൻ അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജിയിൽ മൈനസ് വന്നത്. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഇനി കോംപ്ലിക്കേറ്റഡ് ആക്കി പറയുകയാണെങ്കിൽ മൈനസ് വരാനുള്ള കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അതെ, അതായത് ഒന്നുകൂടെ സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ, സിമ്പിൾ ആക്കി പറയണോ കോംപ്ലിക്കേറ്റഡ് ആക്കി പറയണോ? ഒന്നുകൂടെ സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ എനർജി വേണമെങ്കിൽ ഫോഴ്സ് വേണം. കാരണം വർക്ക് ഡൺ ആണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. വർക്ക് ഡൺ എന്ന ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുന്നില്ലേ, ആ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ചെയ്യുന്ന വർക്ക് ഡൺ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആയിരിക്കും. റിപ്പൽസീവ് ഫോഴ്സിന്റെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആയിരിക്കും. പ്ലീസ് നോട്ട് പുട്ട് ഇൻ എ ബോക്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവും റിപ്പൽസീവ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആയിരിക്കും. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജിന്റെയും പൊട്ടൻഷ്യൽ എനർജി, റിപ്പൽസീവ് ഫോഴ്സ് അല്ലേ പോസിറ്റീവ് ഉണ്ടാവും, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആവും. നെഗറ്റീവ് ചാർജിന്റെയും റിപ്പൽസീവ് ഫോഴ്സ് ആണ്, അവരുടെ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആവും. എഴുതി വരുമ്പോൾ -Q പ്ലസ് ആവും. പ്ലസും മൈനസും വെച്ച അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, മൈനസും പ്ലസും വെച്ച അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. പ്ലസിന്റെയും മൈനസിന്റെയും പൊട്ടൻഷ്യൽ എനർജി എഴുതിയാൽ നെഗറ്റീവ് ആയിട്ടാണ്. പിന്നെ അതിന്റെ ഫർദർ വേറെ ലോജിക്കും പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഞാൻ പോണില്ല. നോട്ടഡ്. അപ്പോ എന്തുകൊണ്ട് അവിടെ മൈനസ് വന്ന്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട്. സപ്പോസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് റിപ്പൽസീവ് ആണെങ്കിൽ ആ മൈനസിന്റെ ആവശ്യമില്ല. അപ്പൊ ഇനി നോക്കിക്കോ, അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്, തിരിച്ചാണെങ്കിൽ പോസിറ്റീവ്. അപ്പൊ എർത്തിന്റെ സർഫസിൽ ഒരാൾ നിന്നാൽ അയാൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് GMM/r. ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കുറയും, -of GMM/r+h. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എർത്തിന്റെ സർഫസ് ഒരു മാസ്, എർത്തിന്റെ സെന്ററിന് സർഫസിലേക്കുള്ള ദൂരം r, അതിനെ ഞാൻ h ഉയരത്തിലേക്ക് കൊണ്ടുപോവാണ്, മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഐ നീഡ് ടു ഡു വർക്ക്. പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകണേ വർക്ക് ചെയ്യണം. ആ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടാൽ മതി. വർക്ക് ഡൺ ഇസ് ഓൾവേസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് വർക്ക് ഡൺ. ഞാൻ പറഞ്ഞ കേക്കടാ, ഇവിടെ നോക്ക്, അങ്ങനെ ഇവിടെ നോക്കല്ലേ, കമോൺ ഗൈസ്. വർക്ക് ഉറങ്ങല്ലേ.
സാർ ഡാൻസ് കളിക്കുന്നു. എനിക്കിപ്പോ എന്തൊക്കെ വേണ്ടി? എനിക്കിത് ഞാൻ ഇത് ഗ്രാവിറ്റേഷൻ പഠിപ്പിച്ചാൽ മാത്രം പോരല്ലേ? ഇത് പഠിപ്പിച്ചാൽ പോരാ, ഇത് പഠിപ്പിക്കണം, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങക്ക്. ഷോടാ JV മെയിൻസിന് 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ജെയുടെ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താൽ നീറ്റ് യൂസ്ഫുൾ ആകുമെന്ന്. യൂസ്ഫുൾ ആകും, പക്ഷെ പ്രീവിയസ് ഇയർ നീറ്റ് കൂടെ ചെയ്യണം. നീറ്റ് ചെയ്യാതെ 5 വർഷത്തെ ജെയ് മാത്രം ചെയ്താൽ ജെയ്ക്ക് ഗുണം ഉണ്ടാവും, നീറ്റിന് ഗുണം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ നീറ്റ് കൂടെ ചെയ്തിട്ട് ചെയ്താൽ മതി. നജ ഫാത്തിമ കേൾക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് മൈ ഡിയർ ഹോസ്റ്റലേഴ്സ്, വീര ബാച്ച്, അവിടെ ഇരുന്ന് ഉറങ്ങരുത്. നിങ്ങൾ എപ്പോഴാണ് ഇത് ലൈവ് കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോൾ കാണുകയാണെങ്കിലും ഉറങ്ങരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും. എർത്തിന്റെ സർഫസിൽ ഒരു സാധനം, ആ സാധനത്തിനെ എർത്തിന്റെ സർഫസ് നമ്മളിങ്ങനെ പിക്ക് ചെയ്തിട്ട് നേരെ ഒരു പ്രത്യേക ഹൈറ്റ് വരെ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ നമ്മൾ വെക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാതെ ആ സാധനത്തിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അത് ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട്, അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ വർക്ക് ഡണ്ണ് കൊണ്ടാണ് ആ സാധനം താഴേന്ന് മുകളിലെത്തിയത്. താഴേന്ന് മുകളിലെത്താന്ന് പറഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ പൊസിഷൻ മാറി, പൊട്ടൻഷ്യൽ എനർജി കൂടി. അപ്പൊ ഞാൻ ചെയ്ത വർക്ക് ഡൺ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തുവെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടാൽ മതി. അപ്പോൾ വർക്ക് ഡൺ W = ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. മുകളിലേക്ക് പോകുമ്പോൾ എനർജി കൂടുക ചെയ്യാം. കാരണം സർഫസിൽ -GM/r ആണ്, ഇൻഫിനിറ്റിയിൽ 0 ആണ്. അപ്പം മൈനസിനേക്കാൾ വലിയ നമ്പറാണ് 0. അപ്പോൾ മുകൾക്ക് പോകുന്നതിനനുസരിച്ച് സർഫസിൽ നിന്ന് ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടാണ്. അപ്പോൾ എപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാലും ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി മൈനസ് അതിന്റെ താഴെയുള്ള പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താ -GM/r + h മൈനസ് സർഫസിലെ പൊട്ടൻഷ്യൽ എനർജി -GM/r. സർഫസിലെ ഡിസ്റ്റൻസ് r അല്ലേ. മൈനസ് പ്ലസ് ആവും. ആ പ്ലസ് ആയിട്ട് തിരിഞ്ഞു വരുമ്പോൾ എന്ത് വരും? GM/r - GM/r + h. ഇതിനെ GM പുറത്ത് കിടക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ r + h - r ഹോൾ ഡിവൈഡഡ് ബൈ r + h into r. This is the equation. ഇതിൽ നമുക്ക് വേറെ പരിപാടിയിലേക്ക് കടക്കാൻ പറ്റും. ഞാൻ ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് ചെയ്താ അപ്പൊ നമുക്ക് കിട്ടി വർക്ക് ഡൺ = GM ഒരു 2 r inside the bracket r + h -r അല്ലേ ഡിവൈഡഡ് ബൈ r + h into r. ഒന്നാമത്തെ സിറ്റുവേഷൻ, when h is equal to n times of r. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറയും 2r ഹൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, 3r ഹൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എത്രാമത്തെ PYQ ചെയ്യണം? 2016 മുതലുള്ള PYQ ചെയ്യണം ഫോർ നീറ്റ് എക്സാമിനേഷൻ. വീര ബാച്ചിന്റെ കമന്റ് കാണണ്ട, അവർ കാണുന്നുണ്ടെന്നും അവരുടെ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. സി ചിലപ്പോൾ അവരിങ്ങനെ പറയും അതിലേക്ക് വാട്ടോ. വേറെന്താ സാർ, ബോഡി ടേക്ക് ടു ഓർബിറ്റ് നോട്ട് സാറ്റലൈറ്റ്, ടോട്ടൽ എനർജി. ദിസ് ഇസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡൗട്ട്. അത് ഞാൻ ഇതിലേക്ക് വരാട്ടോ ആദിത്യ. അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം, കുറച്ചേരം വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതിന്റെ ഫ്ലോ നഷ്ടപ്പെടും. അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്നും 2r ഹൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, 3r ഹൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, 4r ഹൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹൈറ്റ് ഗിവൺ ഇൻ ടേംസ് ഓഫ് റേഡിയസ് 2r, 3r, 4r. ജനറലി യു ക്യാൻ സേ ഇറ്റ് ആസ് nr. അപ്പൊ h = nr ആണ് നമ്മൾ ഇക്വേഷൻ എന്താ വരിക? GM ഈ ആറും ക്യാൻസൽ ആയി, ഇതിനവിടെ വെച്ച് ക്യാൻസൽ ആയി. എച്ചിന് പകരം നമ്മൾ nr കൊടുക്കും, ഡിവൈഡഡ് ബൈ r + h into r, r + h into r, r + h into r. അപ്പോൾ ഇവിടെ r + hന് പകരം നമ്മൾ nr കൊടുക്കും,
ഇൻറ്റു ആർ. റെഡി അല്ലേ? അപ്പം നമ്മളിതിൽ ആറും വെട്ടിപ്പോയി. ജി എം എം അല്ലേ? കറക്റ്റ് അല്ലേ? ബ്രാക്കറ്റിൽ എൻ ഡിവൈഡഡ് ബൈ ഇതിൽ ഈ ആറിനും ആറിനെ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുക. പിന്നെന്താ 1+n. ന്യൂമറേറ്ററിൽ ഒരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിൽ ഒരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ r² ആവും. അപ്പോൾ ഇതെന്താവും? GM/r² ആവും. GM/r² വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്മോൾ ലെറ്റർ G കൊടുക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അഥവാ വർക്ക് ഡൺ is equal to small letter m into G into R inside the bracket n divided by 1+n. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? എർത്തിന്റെ സർഫസിൽ നിന്നും NR ഹൈറ്റിലേക്ക് ഒരു സാധനത്തിനെ കൊണ്ടുപോയാൽ പൊട്ടൻഷ്യൽ എനർജിനെ ചേഞ്ച് ചോദിച്ചാലും വർക്ക് ഡൺ ചോദിച്ചാലും നമുക്ക് ഇത് കണ്ടുപിടിക്കാം. കിട്ടിയോടാ? ഇനി മറ്റൊരു കാര്യം, സപ്പോസ് H ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് R. എർത്തിന്റെ സർഫസിൽ നിന്ന് 2 മീറ്റർ മുകളിലേക്ക് പോയി, 3 മീറ്റർ മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്ററിന് കമ്പയർ ചെയ്യുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ ഒക്കെ നെഗ്ലിജിബിളി സ്മോൾ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നും GMH ഡിവൈഡഡ് ബൈ R+H നമ്മൾ അപ്രോക്സിമേറ്റ്ലി കൊണ്ട് R എടുക്കും. R+H അപ്രോക്സിമേറ്റ്ലി കൊണ്ട് R എടുക്കും. കാരണം 6400-നപ്പുറം 1 മീറ്റർ ആഡ് ചെയ്ത് എന്താവാനാ? അപ്പോൾ അവിടെ R തന്നെ വരും. R+H R ആയി, R into R r² വരും. അപ്പോൾ വർക്ക് ഡൺ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി GMM ഡിവൈഡഡ് ബൈ r² into H. GM/r² എന്താ? സ്മോൾ ലെറ്റർ G. അപ്പോൾ വർക്ക് ഡൺ ഓർ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി mgh വരും. അങ്ങനെയാണ് വർക്ക് എനർജി പവറിൽ പൊട്ടൻഷ്യൽ എനർജി mgh എഴുതുന്നത്. ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി mgh അല്ല, സർഫസിലെയും ഒരു ഹൈറ്റിലെയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ആക്ച്വലി mgh. അത് പിന്നെ കൈനറ്റിക് എനർജി ഒക്കെ ആയിട്ട് മാറുന്നത്. അതിനെ ഞാൻ അങ്ങോട്ട് അധികം പോണില്ല. കിട്ടിയോടാ? മതി, വിരാട് കോഹ്ലി അടി കിട്ടിയോ? അതിന് പല സ്ഥലത്തും നമ്മൾ എനർജി കൺസർവേഷൻ യൂസ് ചെയ്യും. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ v വെലോസിറ്റി കൊടുത്ത് മുകളിലേക്ക് ത്രോ ചെയ്തു, എന്നിട്ട് അതൊരു ഹൈറ്റ് വരെ എത്തി. ആ ഹൈറ്റ് ലെറ്റ് ഇറ്റ് ബി h ആണ് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ താഴെ നമ്മൾ കൊടുത്ത വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് അറിയോ? കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യേണ്ടത്. മെക്കാനിക്കൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. സർഫസിൽ എത്രയാണോ ടോട്ടൽ എനർജി അത് തന്നെയാണ് ഹൈറ്റിലും ഉണ്ടാവുക. സർഫസിൽ എനർജി കൊടുത്ത കൈനറ്റിക് എനർജി ½ മൈനസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി GMM/r. ഹൈറ്റിൽ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അത് അവിടെ പോയിട്ട് അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് പിന്നെ താഴേക്കാണ് വരിക. അപ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടാവില്ല, അവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര ഉണ്ടാവുക? -GM ഡിവൈഡഡ് ബൈ R+H. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ടാണ് പല പ്രോബ്ലംസും നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുക. കിട്ടിയോടാ? ഇനി സാറ്റലൈറ്റിന്റെ എനർജിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജി GMM ഡിവൈഡഡ് ബൈ 2R ആണ്. R എന്ന് പറയുന്നത് ആ സാറ്റലൈറ്റിന്റെ റേഡിയസ്. ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ആണെന്ന് വിചാരിച്ചു, സാറ്റലൈറ്റ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി -GMM ഡിവൈഡഡ് ബൈ R. ടോട്ടൽ എനർജി -GMM ഡിവൈഡഡ് ബൈ 2R. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയുടെ നെഗറ്റീവ് ആണ്. കാരണം ടോട്ടൽ എനർജിയുടെ മൈനസ് ഉണ്ട്, കൈനറ്റിക് എനർജിയിൽ മൈനസ് ഇല്ല. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി നെഗറ്റീവ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇച്ചിരി സൗകര്യം അതായിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൈനസ് ഓഫ് കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി ഇക്വേഷൻ അത് മൈനസ് കൊടുത്താൽ ടോട്ടൽ എനർജി ആയില്ലേ? ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഇൻറ്റു 2 എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2ഉം ക്യാൻസൽ ആയിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിലേക്ക് എത്തും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ടോട്ടൽ എനർജിയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഈ എനർജി വെച്ചിട്ട് ഇത്രയും സാധനം നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിയിലേക്കൊക്കെ നമുക്ക് അടിക്കുക. എനർജി വെച്ചിട്ട്
എനർജി വെച്ചിട്ട് എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് എങ്ങനെ എത്തുക? എനർജി വെച്ചിട്ട് എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് എങ്ങനെ എത്തുക? എനർജി വെച്ചിട്ട് എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് എങ്ങനെ എത്തുക? ഞാൻ പറഞ്ഞിട്ടെ, ഇവിടുന്ന് ഒരു സാധനം എറിഞ്ഞിട്ട് അത് എസ്കേപ്പ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻഫിനിറ്റിയിൽ എത്തിയാൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പൊ സർഫസിലെ എനർജി ഹാഫ് mv² മൈനസ് gm/r ആണ്. ഹൈറ്റിലെ എനർജി 0 ആണ്. എനർജി കൺസേർവ്ഡ് ആണ്. അപ്പൊ ഹൈറ്റിലെ എനർജി ഇൻഫിനിറ്റിയിൽ എത്തിയെങ്കിൽ ഹൈറ്റ് എനർജി 0 ആണ്. അപ്പോൾ സർഫസിൽ എനർജി ഹാഫ് m ഇൻഫിനിറ്റിയിൽ എത്താൻ വേണ്ടി കൊടുത്ത വെലോസിറ്റി v² മൈനസ് gm/r. ഈ മൈനസ് gm/r ഇങ്ങോട്ടേക്ക് വരും. gm ഡിവൈഡഡ് ബൈ r ഈസ് ഈക്വൽ ടു ഹാഫ് mv². m കട്ട് ചെയ്യും, 2 ഇങ്ങോട്ടേക്ക് പോവും. v എസ്കേപ്പ് ആ റൂട്ട് എടുത്താൽ ആ സ്ക്വയർ ഒഴിവാകും. 2gm/r. ഇങ്ങനെയല്ലേ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അത് എവിടുന്ന വരുന്നതെന്ന് അറിയോ? കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജിയുമായിട്ട് ബന്ധിപ്പിച്ച് പഠിക്കാൻ പറ്റും. സോ വലിയ ഒരു കോൺസെപ്റ്റ് സ്ക്യൂസ്ഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എസ്കേപ്പ് വെലോസിറ്റി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഈ ക്വസ്റ്റൻ ആൻസർ പറ. കം ഓൺ ഗയ്സ്. വൈഡിങ് എനർജി ഇതേപോലെ. ഈ ക്വസ്റ്റൻ ആൻസർ പറ, വേഗം പറ. 2019 നീറ്റ് ചോദിച്ച ചോദ്യ. വർക്ക് ഡൺ ടു റൈസ് എ മാസ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ടു ഹൈറ്റ് h is equal to the radius of earth. h is equal to r. h is equal to r. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ h is equal to nr വരുമ്പോ നമുക്ക് അത് യൂസ് ചെയ്യാന്ന്. അപ്പൊ h is equal to nr ആകുമ്പോ n ന്റെ വാല്യൂ 1 ആണ്. h is equal to r ആണ്, n ന്റെ വാല്യൂ 1 അല്ലേ? അപ്പൊ n is equal to 1. n is equal to 1. അപ്പൊ ഞാൻ നേരത്തെ ഇത് ഇക്വേഷനില്ലേ, mgr n into 1 plus n. അപ്പൊ mgr/2. നീറ്റ് 7-year peer review ഇനഫ് ആണോ? DC പാണ്ഡ്യ വർമ്മ ബുക്സ് റെഫർ ചെയ്യുന്നുണ്ടോ? PYQ DPP മാത്രം ചെയ്താൽ ഓക്കെ ആണോ? PYQ DPP മാത്രം ചെയ്തിട്ടാണ് സൈലത്തിലെ പല കുട്ടികളും നീറ്റ് ക്രാക്ക് ചെയ്ത് പോയത്. എന്ന് വെച്ച് DC പാണ്ഡ്യയും HC വർമ്മയും ബുക്കൊന്നും ചെയ്യണ്ടെന്നല്ല, ചെയ്യുന്നൊക്കെ നല്ലതാണ്. ബട്ട് സ്ലൈഡ്സിലെ ക്വസ്റ്റിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും DPPയും ചെയ്യാതെ അപ്പുറം പോയി ചെയ്യുന്നതിൽ അർത്ഥമില്ല. എ ബോഡി ഓഫ് മാസ് m is placed at the surface of earth. It is taken to a height of 3r. അപ്പൊ mgr 3/4 n plus n divided by n plus 1. Option C. How simple it is. A body's attaining height is equal to the radius of earth, the velocity of the body with which it was projected. Simple ആണ്. ഒരു ബോഡിയെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഉണ്ട് ഹാഫ് mv². സർഫസിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് മൈനസ് gm/r. യെസ്, അത് ഹൈറ്റിലേക്ക് എറിഞ്ഞപ്പോൾ ഇറ്റ് അറ്റൈൻ ഹൈറ്റ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് എർത്ത്. എത്ര ഹൈറ്റ് വരെ എത്തിയത്? h is equal to r. r ഹൈറ്റ് വരെ എത്തി. എത്താൻ താഴെ എത്ര വെലോസിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് r ഹൈറ്റ് വരെ എത്തി. അവിടെ പൊട്ടൻഷ്യൽ എനർജി എത്ര വരിക? മൈനസ് ഓഫ് gmm ഡിവൈഡഡ് ബൈ r പ്ലസ് ഹൈറ്റ് r ആണ്. അവിടെ കൈനറ്റിക് എനർജി മുകളിലില്ല, കാരണം നമ്മൾ കൊടുത്ത വെലോസിറ്റി ഫുള്ള് യൂസ് ചെയ്തിട്ടാ മുകളിലെത്തുമ്പോൾ വെലോസിറ്റി 0, പിന്നെ താഴേക്ക് വരിക. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. മൈനസ് ഓഫ് gmm ഡിവൈഡഡ് ബൈ 2r is equal to half mv² മൈനസ് gmm/r. ഈ മൈനസ് gmm/r ഇങ്ങോട്ട് വന്നാൽ പ്ലസ് ആവും. പ്ലസ് ഞാൻ ആദ്യം ചെയ്താ gmm/r മൈനസ് gmm/2r is equal to half mv². അപ്പം ഇവിടെ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 gmm 1 gmm പോയാൽ gmm/2r കോമൺ. സോറി, 2r കോമൺ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഹാഫ് കട്ട് ചെയ്ത് ഒഴിവാക്കി, ഒരു എമ്മും കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ v is equal to root of gm/r. How simple it is. Option A is the right answer. ഐഡിയ കിട്ടിയോ? മാരത്തോൺ ഉണ്ടോ? ഇപ്പൊ എനിക്ക് എന്തൊക്കെയാ വേണ്ടി? 1 ഷോട്ട് വേണം, മാരത്തോൺ വേണം. ഇപ്പൊ ഇത് പഠിക്കടാ. ഒരു സാധനം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ സാധനത്തിൽ ശ്രദ്ധിക്കുക. നീറ്റ് ആസ്പിരന്റ് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം, നോ പ്രോബ്ലം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു കിഡിലോസ്കി ക്വസ്റ്റ്യൻ ആണ്.
ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അത് ട്രൈ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് എത്തും. എസ്കേപ്പ് വെലോസിറ്റി കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കഴിഞ്ഞാൽ കെപ്ലേഴ്സ് ലോ കഴിഞ്ഞു. താങ്ക് യു. അയ്യോ താങ്ക് യു ഇപ്പോൾ കാണിക്കല്ലേ, നിങ്ങൾ ഇറങ്ങി പോയിക്കാളും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മക്കൾ സോൾവ് ചെയ്യും. കിഡ്ലോസ്കി ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യും. ട്രൈ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. സോൾവ് ചെയ്യടാ. നോക്കടാ. A bullet is fired vertically with a velocity v from the surface of the planet. It reaches a height. ആ ഹൈറ്റിൽ ഗ്രാവിറ്റി 1/4 ഓഫ് ദ വാല്യൂ അറ്റ് ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ്. ആ ഹൈറ്റ് എത്ര എന്ന് പറഞ്ഞിട്ടില്ല, അതിന് പകരം ആ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ലിങ്ക് തന്നു. എന്താണ് ആ ലിങ്ക്? അത് 1/4 ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സർഫസ്. സർഫസിലെ വാല്യൂന്റെ ബൈ 4 ആയി. അപ്പൊ ആ ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ സർഫസിലെ വാല്യൂന്റെ ബൈ 4 ആയി. ഹൈറ്റിലെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെ ഗ്രാവിറ്റി g/4 ആയി. ഹൈറ്റിലെ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? g ഡിവൈഡഡ് ബൈ 1 പ്ലസ് h/r ഹോൾ സ്ക്വയർ. ജിയും വെട്ടിപ്പോയി. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 2 ഈസ് ഈക്വൽ ടു, അതായത് റെസിപ്രോക്കൽ എടുക്കാം 4 മുകളിലേക്കോ 1 പ്ലസ് h/r മുകളിലേക്കോ. രണ്ട് സൈഡിലും റൂട്ട് എടുക്കുകയാണെങ്കിൽ 4ന്റെ റൂട്ട് 2, 1 പ്ലസ് h/r ഹോൾ സ്ക്വയറിന്റെ റൂട്ട് 1 പ്ലസ് h/r. ഇനി നമ്മള് 1 അങ്ങോട്ട് കൊണ്ടുവന്നാൽ 2 ഈസ് ഈക്വൽ ടു h/r. അപ്പോ 1 അങ്ങോട്ട് വന്നാൽ 1 ഈസ് ഈക്വൽ ടു h/r. അപ്പൊ h ഈസ് ഈക്വൽ ടു r. അപ്പൊ എത്ര ഹൈറ്റിലെത്തിയടാ? എർത്തിന്റെ സർഫസ് നിന്ന് എത്ര ഹൈറ്റിലെത്തി? v വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തപ്പോ എത്ര ഹൈറ്റിലെത്തി? h ഈസ് ഈക്വൽ ടു r ഹൈറ്റിലെത്തി. If the escape velocity of the planet is v into root n, ആ v എന്താ അറിയോ? A bullet is projected with the velocity v എന്ന് പറഞ്ഞില്ലേ, ആ v ആണിത്. അതായത് r ഹൈറ്റ് മുകളിലേക്ക് എത്താൻ എത്ര വെലോസിറ്റിയിൽ എറിഞ്ഞോ ആ വെലോസിറ്റി ആണ് v. എസ്കേപ്പ് വെലോസിറ്റി is equal to v into root n. അപ്പൊ v escape is equal to എറിഞ്ഞ വെലോസിറ്റി into root n. അപ്പൊ എറിഞ്ഞ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ നമ്മളൊരു പ്രോബ്ലം ചെയ്തില്ലേ, 6 ഹൈറ്റ് മുകളിലേക്ക് എത്താൻ എത്ര വെലോസിറ്റിയിൽ എറിയണം എന്നുള്ള ചോദ്യത്തിന്റെ സൊല്യൂഷൻ ഈ രൂപത്തിലാണ് വരിക. അതിന്റെ വെലോസിറ്റി നമുക്ക് എന്തായിട്ട് gm/r ആയിട്ട്. അപ്പൊ ഞാൻ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ എസ്കേപ്പ് വെലോസിറ്റി ആ v എന്ന് പറയുന്നത് gm/r ഹോൾ റൂട്ട് ഇൻറ്റു റൂട്ട് n. എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് 2gm/r. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ റൂട്ട് ഇൻറ്റു ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റെ റൂട്ടിനുള്ളിലേക്കല്ലേ പോവാ, n ഇൻറ്റു
GM/R. അപ്പോൾ എന്നിന്റെ വാല്യൂ എന്താ വരിക? റൂട്ടിന്റെ ഉള്ളിലുള്ള എന്നിന്റെ വാല്യൂ എന്താ വരിക? 2. അപ്പോൾ n is equal to 2. Option C is the right answer. Yes, option C ആണ്. And it's not a NEET based question. ഇതൊരു NEET question അല്ല, it's a JE question. പക്ഷെ നല്ല കൺസെപ്റ്റ് ആണ്, അടിപൊളി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ ഗൈസ്? പറഞ്ഞെല്ലാം മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്വസ്റ്റ്യൻ കണ്ടപ്പോ പേടിയായിരുന്നു. ഇപ്പോഴോ? ഓക്കെ. ഇനി എസ്കേപ്പ് വെലോസിറ്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ നോക്കൂ. ഒരു ഇക്വേഷൻ വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GM/R. ഇത് വെച്ച് സോൾവ് ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GM. ന്യൂമറേറ്ററിൽ ഒരു R വരും, ഡിനോമിനേറ്ററിലും ഒരു R വരും. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു R വരും, ഡിനോമിനേറ്ററിൽ R വരും. ഡിനോമിനേറ്ററിൽ ഓൾറെഡി R ഉണ്ടല്ലോ, അപ്പോൾ ഈ R കൂടെ R² ആവും. അപ്പൊ ഇത് GM/R² ആവും. അപ്പോൾ വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു GM/R². GM/R² എന്ന് പറഞ്ഞാൽ എന്താ? G അല്ലേ, ഇൻറ്റു R. അപ്പോൾ ഇതും എസ്കേപ്പ് വെലോസിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് R ആണ്. മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് R ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്ന ഡാറ്റ ഏതാണോ അതിനനുസരിച്ചിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ വി ഇസ് ഈക്വൽ ടു റൂട്ട് വെച്ച് ചെയ്യാൻ പറ്റില്ലേ എന്ന് എനിക്ക് മനസ്സിലായില്ലടാ, നീ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇനി ഒരു ഇക്വേഷനും കൂടെ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഉണ്ടാക്കാം. മാസിന് പകരം ഡെൻസിറ്റി വെച്ചിട്ട്. മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയുന്നത് 4/3πr³ അല്ലേ. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2G/R. മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു 4/3πr³. ഒരു ആറും R³ ആറും കട്ട് ചെയ്താൽ അവിടെ R² വരും. അപ്പോൾ വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2G 2 ഇൻറ്റു 4 8 വരും. 8/3G/π. ഇല്ലേ, R² റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. R² പുറത്തേക്ക് എടുത്താൽ പുറത്താണ് R ഉണ്ടാവുക, R റൂട്ടിന്റെ പുറത്താണ് കേട്ടോ. ഇത് മൂന്നും എസ്കേപ്പ് വെലോസിറ്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് R. മാസ് കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G കോൺസ്റ്റന്റ് ആണെങ്കിൽ escape velocity is proportional to root R. Density constant ആണെങ്കിൽ, rho constant ആണെങ്കിൽ escape velocity is proportional to R. R റൂട്ടിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് രീതിയിലും പ്രോബ്ലം വരും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലേ? പ്രീവിയസിലെ G എടുത്ത് എനിക്ക് മനസ്സിലായില്ലടാ ഫിനിക്സ് ഫ്ലൈ. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യനിൽ റേഷ്യോ എടുത്ത് G ഏതാടാ? ഇതാണോ? ഏത് റേഷ്യോ എടുത്തിട്ടാടാ? നിനക്ക് മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, നോക്കൂ. Escape velocity
from Earth's surface is v. Escape velocity from the surface of another planet having radius 4 times of the Earth and same mass density. Same mass alla, same mass density. Same mass density ആണെങ്കിൽ escape velocity v escape is proportional to r. എങ്ങനെ, എവിടുന്ന്, എപ്പം എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പൊ റേഡിയസ് 4 times ആയ റേഡിയസ് 4 times ആയാൽ another planet of radius 4 times. റേഡിയസ് 4 times ആയാൽ escape velocity 4 times ആവും. ഓപ്ഷൻ ഡി is the right answer. കിട്ടിയോ? കിട്ടിയോടാ? അടുത്തത് the ratio of escape velocity of Earth to the escape velocity of another planet whose radius and mean density are twice as that of Earth. അപ്പോൾ നമ്മൾ എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയ √8/3 g rho pi ബ്രാക്കറ്റിന്റെ പുറത്ത് r. സോറി, റൂട്ടിന്റെ പുറത്ത് r. Ratio of escape velocity of Earth. Not gravity, escape velocity of Earth. അടുത്തത് escape velocity of planet whose radius and density is twice. Radius, density twice. അപ്പോൾ 8/3 g, density 2 rho pi, radius 2r. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കട്ടായി പോവും. Radius, escape velocity of Earth divided by escape velocity of planet is 1/, റൂട്ടിനുള്ളിൽ √2 വരും. അപ്പോൾ 1:2 √2 എന്ന് വരും. 1:2 √2. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് എസ്കേപ്പ് വെലോസിറ്റി on a body on the surface of Earth is 11.2 km/s. Earth mass is increased twice the present value and the radius of the Earth becomes half. Escape velocity. അപ്പോൾ മാസ് റേഡിയസ് വെച്ചുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിക്ക് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? √2gm/r. എന്തൊക്കെയാ സംഭവിച്ചടാ? ഇഫ് ദ എർത്ത് മാസ് ഈസ് ഇൻക്രീസ്ഡ് ട്വൈസ്, അപ്പോൾ ഇവിടെ 2 വരും. റേഡിയസോ ഹാഫ് ആയി, അപ്പോൾ ഇവിടെ /2 വരും. അപ്പോൾ 2 മുകളിലേക്ക് പോകും. അപ്പോൾ വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു √2gm/r. ഇവിടെ ഒരു 4 വരും. ഈ 4നെ റൂട്ടിന്റെ പുറത്തേക്ക് എടുത്താൽ അത് 2 ആവും. അപ്പോൾ എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി ഇവിടെ ഇക്വേഷന്റെ പുറത്തൊരു 2 വരും. 2 വരുമ്പോൾ 11.2ന്റെ ഡബിൾ 22.4. ആൻഡ് ദിസ് ഇസ് യു ഷുഡ് ഡു ഇറ്റ് ആസ് യുവർ ഹോംവർക്ക്. കിട്ടിയാ? കിട്ടിയോടാ? ഓക്കെ, സാറ്റലൈറ്റിൽ നേരത്തെ ആദ്യത്തെ ചോദിച്ച ചോദ്യം, സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ട വർക്ക് ഡണ്ണോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയോ ചോദിച്ചാൽ ടോട്ടൽ എനർജി തന്നെ എടുക്കണം, പൊട്ടൻഷ്യൽ എനർജി പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റിന് ഒരിക്കലും സ്റ്റേഷനറി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടേ നിൽക്കുള്ളൂ. അപ്പോൾ കറങ്ങുന്ന സാറ്റലൈറ്റിന് കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ യു ഷുഡ് കൺസിഡർ ടോട്ടൽ എനർജി. മനസ്സിലായോ? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എനർജി റിക്വയർഡ് ടു മൂവ് എ ബോഡി ഓഫ് മാസ് എം ഫ്രം എ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന പാത്തിനാണ് ഓർബിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഷുഡ് ബി റൊട്ടേറ്റിംഗ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ആവുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അതിന് ടോട്ടൽ എനർജി എടുക്കണം. അപ്പോൾ 3r ഹൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ 3r ആണ് മുകളിലാണ് എനർജി കൂടുതൽ. അപ്പോൾ GM ഡിവൈഡഡ് ബൈ 2 × 3r മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് GM 2 × 2r. ഈ മൈനസും പ്ലസ് ആവും. തിരിച്ചിട്ട് കഴിഞ്ഞാൽ GM ഡിവൈഡഡ് ബൈ 4r മൈനസ് GM ഡിവൈഡഡ് ബൈ 6r. GMM നമ്മൾ പുറത്തേക്ക് എടുക്കുക. GMM ഡിവൈഡഡ് ബൈ r പുറത്തേക്ക് എടുക്കുക. 1/4 മൈനസ് 1/6. അപ്പോൾ 6 - 4 ഡിവൈഡഡ് ബൈ 6 × 4 24. 6 - 4 2/24. കട്ട് ചെയ്താൽ 1/12. അപ്പോൾ GMM/r കൂടെ 1/12 വരും. അപ്പോൾ GMM/12r.
GMM by 12R. R സ്ക്വയർ കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ആർ സ്ക്വയർ എവിടുന്ന? പൊട്ടൻഷ്യൽ എനർജിയിലും ടോട്ടൽ എനർജിയിലും 6 മാത്രമേ ഉള്ളൂ. 4 - 2 24. കറക്റ്റ് അല്ലേ? 24 2. 6ലേക്ക് വരുമോ? ഇല്ലല്ലോ. ഇവിടെ 2 × 3 6R, 2 × 4 4R അല്ലേ? 4R എന്നല്ലേ വരുള്ളൂ. 4R 6R അല്ലേ വരുള്ളൂ. അപ്പോൾ GMM by 6 പുറത്തേക്ക് എടുത്താൽ 1/4 1/6. അപ്പോൾ 4 - 6 2/24. കറക്റ്റ് അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ മിസ്റ്റേക്ക് വന്നതായിരിക്കാം അല്ലേ? വേറെ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ മക്കളെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓപ്ഷൻ തെറ്റിയതാണ്. ഓക്കെ. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്. 2016 സാറ്റലൈറ്റിന് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, സാറ്റലൈറ്റ് ഓഫ് മാസ് M ഓർബിറ്റിംഗ് ഇൻ around circular orbit with a velocity v, what is the total energy? കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആണ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് KE. അപ്പോൾ ടോട്ടൽ എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് ഹാഫ് mv സ്ക്വയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ D is the right answer. Then കെപ്ലേഴ്സ് ലോ ആണുള്ളത്. വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ കെപ്ലേഴ്സ് ലോ ചെറിയ ടോപ്പിക്കാണ്, അതും കൂടി നമുക്ക് ഇതിൽ എടുക്കാനുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സമയം കഴിഞ്ഞു. 1.5 hour കഴിഞ്ഞു. 1.5 hours ഇത് ഫുള്ള് തീരുമെന്ന് വിചാരിച്ചു, പക്ഷേ കംപ്ലീറ്റ് ആയില്ല. സോ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? പറഞ്ഞ അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞെല്ലാം മനസ്സിലായില്ലേ? ചാപ്റ്റർ ഏകദേശം മൊത്തം നമ്മൾ ഓടിച്ചെത്തിയിട്ടുണ്ട്. കെപ്ലേഴ്സ് ലോ മാത്രമേ നമ്മൾ പെൻഡിങ് വെച്ചിട്ടുള്ളൂ. കെപ്ലേഴ്സ് ലോ ഒന്നുമില്ല, ചെറിയ പരിപാടികൾ മാത്രമേ ഉള്ളൂ. കെപ്ലേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാം സെറ്റ് ആയില്ലേ? So that's it. Thank you so much. It's me, JB, signing off. Bye and all the best.